Sevens Golden Diamonds, Ermalur, Vadadala. തൊഴിലാളി കർഷക സംഘം കാർഷിക പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക മേഖലയിൽ പ്രായോഗിക പരിശീലനം നൽകും. എഴുപുന്ന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തൊഴിലാളി കർഷക സംഘം കാർഷിക പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക മേഖലയിൽ താൽപര്യമുള്ള യുവതീ യുവാക്കൾക്കും മറ്റുള്ളവർക്കും പ്രായോഗിക പരിശീലനം നൽകുന്നു. ഓഗസ്റ്റ് 15 മുതൽ 30 വരെ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിക്ക് സമീപം വിതുര ഗ്രാമത്തിലാണ് 100ാമത് പഠന ക്യാമ്പ് നടത്തുന്നത്. വെമ്പായം സ്വദേശിയായ MF വിക്രമൻ പിള്ളയാണ് നേതൃത്വം നൽകുന്നത്. സെപ്റ്റംബർ 26 മുതൽ 30-ാം തീയതി വരെ ഇടുക്കി ജില്ലയിലെ ജൈവഗ്രാമത്തിലും പ്രായോഗിക പഠന ക്യാമ്പ് നടത്തും. അഡ്വക്കേറ്റ് ജോൺ ജോസഫ്, ഡോക്ടർ ഉഷാദേവി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകും. ഒക്ടോബർ 23 മുതൽ 30 വരെ എറണാകുളം, ആലപ്പുഴ ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ എഴുപുന്നയിലും പ്രായോഗിക പഠന ക്യാമ്പ് നടത്തും. കാർഷിക മേഖലയിൽ താൽപര്യമുള്ള യുവതീ യുവാക്കൾക്കും തൊഴിലാളികൾ, SH ഗ്രൂപ്പ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ, മറ്റ് തൊഴിലാളികൾ തുടങ്ങി ജൈവ കാർഷിക മേഖലയിൽ താൽപര്യമുള്ള ഏവർക്കും അപേക്ഷിക്കാം. ട്രെയിൻ, ബസ് ചാർജ് എന്നിവ വഹിക്കണം. മറ്റ് ചെലവുകൾ TKS സൗജന്യമായി ചെയ്യുമെന്ന് പ്രസിഡന്റ് കുഞ്ഞുമോളും സെക്രട്ടറി KV ഷീല, സ്ഥാപക പ്രസിഡന്റ് EO വർഗീസ്, ട്രഷറർ ലത എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ 25 വർഷക്കാലമായി TKS കാർഷിക മേഖലയിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിയാണ്. ഇവർ ആരുടെയും സംഭാവനകൾ സ്വീകരിക്കാറില്ല. മണ്ണിരവളം, മീൻവളം, കുമ്മായം, ഗ്രോ ബാഗ്, ചകിരിച്ചോർ, ജൈവവളം, ഫിഷ് ആമിനോ, എഗ് ആമിനോ, മിക്സ് ജൈവവളം എന്നിവ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നവരാണ് TKS. പച്ചയിലക്ക, ഇലത്തേയില, കാട് ചെറുതേൻ എന്നിവയും TKS വഴി ലഭിക്കും. 30 വർഷമായി സാമൂഹ്യ സേവന മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. ജൈവവളങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിലൂടെ തൊഴിലാളികളുടെ സൗജന്യ സേവനങ്ങളാണ് മുതൽക്കൂട്ട്. കൊറോണ കാലത്ത് 3.5 ലക്ഷം രൂപ മുടക്കി അണുനശീകരണം നടത്തിയത് ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. നിപ്പ രോഗ അണുനശീകരണവും നടത്തുവാൻ സംഘടന ഉദ്ദേശിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, എഴുപുന്ന.